ചാരായം. ശരിയാണ് പ്രിയമുള്ളവരെ, ആ ചാരായം എന്നുള്ളിടത്ത് വിഷമദ്യം കഴിക്കരുത് എന്നുള്ള വാക്ക് ചേർത്ത് നിങ്ങളങ്ങ് പാടിയാൽ മതി. അന്ന് ചാരായം എന്ന പേരാണെങ്കിൽ ഇന്ന് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ ഇറക്കിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇന്ന് സർക്കാർ ലൈസൻസ് കൊടുത്ത് ഏത് സിറ്റികളിലും ബ്രാൻഡിയോ വിസ്കിയോ ഏത് മദ്യവും കിട്ടും. അതിന് ലൈസൻസ് ഇല്ലാത്തടത്ത് ഭരണകൂടം ഒത്താശ ചെയ്ത് വൈൻ പാർലർ എന്ന പേരും പറഞ്ഞ് ഇത് ജനകീയമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അല്പസമയം മുമ്പ് ഒരു 2 കിലോമീറ്റർ അപ്പുറം സംസാരിച്ചപ്പോഴും ഞങ്ങളുടെ മുന്നിൽ വന്ന് ഏക്കർ കണക്കിന് സ്വത്തുള്ള ഒരു പ്രിയപ്പെട്ട സഹോദരൻ സുബോധമില്ലാതെ ഞങ്ങളുടെ മുൻപിൽ ആടിത്തൂങ്ങി വർത്താനം പറഞ്ഞിട്ട് പോകുന്ന കണ്ടു. പ്രിയമുള്ളവരെ, ഈ ദേശവാസികളായ അധ്വാനികളായ മാന്യമായ ജോലി ചെയ്യുന്ന സഹോദരന്മാരുടെ കൂടെ, സാർമാരുടെ കൂടെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത്. ദേശത്ത് അറിവും ബോധ്യമുള്ള അവരോട് ചേർന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 2-3 മാസത്തിനുള്ളിൽ ഈ ദേശത്ത് 10-16 പേരോളം ആത്മഹത്യ ചെയ്തില്ലേ? പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്നില്ലേ? നിങ്ങളൊക്കെ ഉത്സവം ആഘോഷിക്കുന്നില്ലേ? നിങ്ങളൊക്കെ അമ്പലമോ പള്ളിയോ എവിടെയായിരുന്നാലും നിങ്ങളുടെ ഭക്തി കാണിപ്പാൻ പൂജയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ പോകുന്നില്ലേ? എന്നിട്ടും എന്ത് ആത്മഹത്യ പെരുകുന്നു? അതേ പ്രിയമുള്ളവരെ, ദൈവം കൈപ്പണിയായതിൽ വസിക്കുന്നില്ല. അത്യുന്നതൻ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ഫോൺ റേഞ്ച് ഇല്ലാത്തടത്ത് പോകുന്നത് പോലെ ദൈവം മനുഷ്യരിൽ വച്ചിരുന്ന തേജസ് എന്ന ആ പവർ അവന് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ സുബോധമില്ലാത്തവനായി, വിവേകം നഷ്ടപ്പെട്ടവനായി മാറി. പ്രിയമുള്ളവരെ, കള്ളു കുടിക്കുകയും കഞ്ചാവ് അടിക്കുകയും ചെയ്യുന്നവർ വിദ്യാഭ്യാസമില്ലാത്തവരാണോ? അല്ലേ? അല്ല. 1 മാസം മുമ്പ് കേരള മന്ത്രിസഭ എടുത്ത തീരുമാനം നിങ്ങൾ വായിച്ചു കാണും. ഇൻഫോടെക്കിലും ടെക്കുകളുടെ ഓഫീസിരിക്കുന്ന എറണാകുളം, കാക്കനാട്, തിരുവനന്തപുരം, കോഴിക്കോട് തുടങ്ങിയ ടെക്നോ പാർക്കുകൾ എവിടെയൊക്കെ ഉണ്ടോ അതിനുള്ളിൽ ബാറ് തുടങ്ങാൻ, വൈൻ പാർലർ തുടങ്ങാൻ നമ്മുടെ ഇപ്പോഴത്തെ ഭരണകൂടം, മന്ത്രിമാർ അനുവാദം കൊടുത്തിരിക്കുന്നു. അവിടെ ആരാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? ഒരുപക്ഷെ നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ആൺകുട്ടിയും പെൺകുട്ടിയും എഞ്ചിനീയറിംഗ് കഴിഞ്ഞോ MBA എടുത്തിട്ടോ ഒരാളേലും അവിടെ ജോലിയിലില്ലേ? പ്രിയമുള്ളവരെ, അവർക്ക് ലൈസൻസ് ഇല്ലാതെ സൗജന്യമായി അല്ലെങ്കിൽ ആരുടെയും അനുവാദം കൂടാതെ 50,000 60,000 ശമ്പളം മേടിക്കുന്നവർ ആയിരക്കണക്കിന് പൈസ വലിച്ചെറിഞ്ഞ് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പുറകെ പോകുന്നു വിദ്യാസമ്പന്നർ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പത്രങ്ങൾ വായിക്കുന്നുണ്ടെങ്കിൽ മയക്കുമരുന്നോടുകൂടി പിടിക്കപ്പെട്ടത് ഒരു ചെറുപ്പക്കാരനായ ഡോക്ടറായിരുന്നു. നിങ്ങൾ വായിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ണു തുറന്ന് കാണണമേ. നാം ദൈവത്തിൽ നിന്ന് അങ്ങേയറ്റം അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് ഇതാ ബൈബിൾ പ്രകാരം പറയുന്നു, ദൈവം ന്യായം വിധിക്കാൻ വരുന്നു. ന്യായവിധിക്ക് ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. ദൈവം ജാതികളെ ന്യായം വിധിക്കും. എന്തുകൊണ്ട്? ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തെ അറിയാതെ, ദൈവകൽപ്പന അനുസരിക്കാതെ മാതാപിതാക്കളെ ഉപദ്രവിച്ചും മാതാപിതാക്കളെ വീട്ടിൽ നിറക്കി വിട്ടും ഭർത്താവ് ഭാര്യയെ വിഷം കൊടുത്തും അല്ലേലൂയ കെട്ടിത്തൂക്കിയും കൊന്നുകൊണ്ടും കിടക്കയിൽ പാമ്പിനെ ഒളിപ്പിച്ചു വളർത്തി ഭാര്യയെ കൊന്ന ചരിത്രം നമ്മുടെ കേരളത്തിൽ നാം വായിച്ചില്ലേ? അതേ പ്രിയമുള്ളവരെ, ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനേക സൂക്ഷ്മ സൂത്രങ്ങളെ, അനേക ദുരാരോധനകളെ ഏറ്റെടുത്തുകൊണ്ട് സ്വന്തം കുടുംബത്തിലുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ മാതാപിതാക്കൾ സുബോധം നഷ്ടപ്പെട്ട് മദ്യപാനം കഴിച്ച അപ്പന്മാർ ഭാര്യയ്ക്ക് പകരം ഹല്ലേലൂയ സ്ത്രീ എന്ന രൂപം മാത്രം കണ്ട് മക്കളാണെന്നോ മരുമക്കളാണെന്നോ പോലും ചിന്തിക്കാതെ അവിഹിതമായത്, ദോഷകരമായത് സ്വന്തം മക്കളുടെ നേരെ പ്രയോഗിക്കുന്നു. അവസാനം അവർ ആത്മഹത്യ ചെയ്യുന്നു. അതെ, അല്ലെങ്കിൽ അവർ കോടതിയിൽ പിടിക്കപ്പെടുന്നു. ജീവപര്യന്തം
കോടതി ശിക്ഷയ്ക്ക് വിധിച്ച 2-3 അപ്പന്മാർ ഈ ഒരു 2024 തന്നെ കേരള ഹൈക്കോടതി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ചത് നാം വായിച്ചില്ലേ? അത് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭക്തിമാർഗം തെറ്റാണ്. ദൈവത്തിന് പകരം മനുഷ്യനുണ്ടാക്കിയ രൂപങ്ങളുടെ പുറകെ പോയി, മന്ത്രവാദത്തിന്റെയും ആഭിചാരത്തിന്റെയും പുറകെ പോയി നിന്റെ തലമുറകളായി നീ നശിപ്പിക്കുന്നത് നിർത്തണം. ബൈബിൾ പ്രകാരം പറയുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. എന്താണ് ദൈവരാജ്യം? നിന്റെ സൃഷ്ടാവായ ദൈവത്തെ അറിയുവാൻ, ദൈവം മാത്രം ഭരിക്കുന്ന, രാത്രിയില്ലാത്ത, കള്ളന്മാരില്ലാത്ത, മയക്കുമരുന്നോ മദ്യമോ ഇല്ലാത്ത, മരണമില്ലാത്ത, പിതാവിന്റെ മടിയിൽ ഇരുന്ന് വളർന്ന മക്കളെ പോലെ ദൈവ സ്നേഹത്തിൽ ദൈവത്തിന് തന്നെ മക്കളോടുകൂടി താൻ സൃഷ്ടിച്ച് തന്നെ മാത്രം സേവിക്കുന്ന ഭക്തന്മാരും വിശുദ്ധന്മാരുമായവരോടുകൂടി മാത്രം വസിപ്പാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന രാജ്യമാണ് ദൈവരാജ്യം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു ഇസ്രായേലിന്റെ തെരുവീഥികളിൽ, സെബൂലൂൻ, നഫ്താലി, ഗലീല ദേശങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവരാജ്യം പ്രസംഗിച്ചും നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കിയും കൊണ്ട്, മാനസിക രോഗികളെ സൗഖ്യമാക്കിക്കൊണ്ട്, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ, വിധവമാർക്ക് തങ്ങളുടെ കുട്ടികളെ മരിച്ചവരിൽ നിന്ന് മടക്കി ഉയർപ്പിച്ചെടുത്തു കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ സ്വന്തം പുത്രനെന്ന് അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും ദൈവമഹത്വത്താലും എല്ലാ വഴികളിലും സൽപ്രവൃത്തി മാത്രം ചെയ്ത് ഭൂമിയിൽ ദൈവം വെളിപ്പെടുത്തിയ വിശുദ്ധ പുരുഷനാണ് കർത്താവായ യേശുക്രിസ്തു. ഹൈന്ദവ വേദങ്ങളിൽ പ്രജാപതി എന്ന് പറഞ്ഞിരിക്കുന്ന ആ യാഗമായി തീരേണ്ട പ്രജാപതിയായി വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പെട്ട ആളാണ് കർത്താവായ യേശുക്രിസ്തു. ചതുർവേദങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ദേശമായി നാം നമ്മുടെ ഭാരതത്തെ പ്രസംഗിക്കുമ്പോൾ അതിനു മുമ്പേയുള്ള ആദ്യ വേദമാണ് വിശുദ്ധ വേദപുസ്തകം അഥവാ ബൈബിൾ. ഭൂമിയിൽ മനുഷ്യനുണ്ടായ കാലം മുതലുള്ള ചരിത്രം എഴുതപ്പെട്ട ഒരേ ഒരു പുസ്തകമാണ് ബൈബിൾ. ഭൂമിയിൽ മൃഗങ്ങൾ ഉണ്ടായ കാലം മുതലുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് ദൈവത്തിന്റെ പുസ്തകമായ വിശുദ്ധ വേദപുസ്തകം. ഭൂമിയിൽ കപ്പയും മാങ്ങയും തേങ്ങയും റബ്ബറും തുടങ്ങി സകല ഫലമുള്ള വിത്തുള്ള സസ്യങ്ങളെ ദൈവം സൃഷ്ടിച്ച ആദ്യ ദിനങ്ങൾ മുതൽ ഇന്ന് നീ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന, നിങ്ങൾ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഈ സമയം വരെയുള്ള ദൈവ നിയന്ത്രണത്തിന്റെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിന്നെ നിയന്ത്രിക്കുന്ന ദൈവത്തിന്റെ പാസ്വേഡ് വരെ അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ബൈബിൾ. യൗവനക്കാരോ, യൗവനത്തിൽ നീ നിന്റെ സൃഷ്ടാവിനെ അറിയണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. എന്നെ കേട്ട അമ്മച്ചിമാര്, എന്നെ കേട്ട അപ്പച്ചന്മാര്, അത് യൗവനക്കാർക്കല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾ യൗവനപ്രായം കടന്നവരല്ലേ? ആ പ്രായത്തിൽ നിങ്ങൾ സൃഷ്ടാവിനെ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സുവർണാവസരം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് ഇല്ലെങ്കിൽ നീ എന്നേക്കുമുള്ള ശിക്ഷാവിധിയിലകപ്പെടും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ഏത് മനുഷ്യരും തന്റെ ശ്വാസം പോയി മരിക്കുമ്പോൾ അവൻ നിത്യശിക്ഷാവിധിയിലേക്ക്, ന്യായവിധിയിലേക്ക് പോകുവാൻ അവനെപ്പോഴും അവസരമാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം, മനസ്സലിവുള്ള ദൈവം പാപത്തിൽ നശിച്ചു പോകുന്ന മനുഷ്യരെ വീണ്ടെടുപ്പാൻ പാപമില്ലാത്തവനായിരുന്ന, നിർമ്മലനായിരുന്ന, നിർദോഷനായിരുന്ന, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തെ സൃഷ്ടിച്ചവനായിരുന്ന, നിന്റെ സൃഷ്ടാവായിരുന്ന കർത്താവായ യേശുവിനെ മനുഷ്യന്റെ വേഷം ധരിപ്പിച്ച് ഭൂമിയിലേക്ക് അയച്ചു. അവൻ ദാവീദിന്റെ സന്തതിയായി 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. അതാകുന്നു സുവിശേഷം. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശുവിന്റെ വചനങ്ങൾ അനുസരിക്കുക, വിശുദ്ധ ബൈബിൾ വായിക്കുക. ദൈവത്തിന്റെ വചനം നിന്നെ ജീവിപ്പിക്കാൻ മതിയായതാണ്. ദൈവത്തിന്റെ വചനം നിനക്ക് പാപത്തെക്കുറിച്ചും
നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തി തരുന്നതാണ് പരമാത്മാവെന്ന് ഹൈന്ദവ വേദങ്ങളിൽ പറയുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന സത്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന യേശുവിന്റെ ആത്മാവ് നിന്നെ സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നീ അത് കൂട്ടാക്കാതിരിക്കരുത്, നീ അത് അലക്ഷ്യമാക്കി കളയരുത്. ഇപ്പോൾ ഈ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ടി വി കാണുന്നവരുണ്ടെങ്കിൽ, ഓൺലൈൻ നോക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു വലിയ അനർത്ഥത്തിന് മുന്നിൽ മനുഷ്യർ നിൽക്കുകയാണ്. എന്താണ്? നിപ്പ എന്ന പകർച്ചവ്യാധിയായിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. അല്ല പ്രിയമുള്ളവരെ, മലബാർ കോഴിക്കോട് ദേശത്ത് കടൽ കയറി സുനാമി വരുന്നത് പോലെ ജനം പേടിച്ചു വിറച്ചു നിൽക്കുന്ന രംഗം ഇപ്പോൾ നിങ്ങളുടെ ടി വി തുറന്നാൽ നിങ്ങൾക്ക് വാർത്തകളുടെ മുന്നിൽ കാണാൻ പറ്റും. അത് പ്രിയമുള്ളവരെ, ബൈബിൾ പറയുന്നത് അച്ചട്ടായിട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. എന്താണ്? കർത്താവിന്റെ വരവിനോടടുത്ത് അന്ത്യകാലത്ത് ഭൂകമ്പവും ക്ഷാമവും വ്യാധികളും ഭൂമിയിലുണ്ടാകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ജാതികൾ പരിഭ്രമിക്കും. അത് പ്രിയമുള്ളവരെ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് സുനാമി ഉണ്ടായി. ഹല്ലേലൂയ. വേളാങ്കണ്ണിയിലും കൊല്ലത്തും ഹല്ലേലൂയ തിരുനെൽവേലിയിലും തമിഴ്നാട്ടിലും ഒറീസയിലും ബീഹാറിലും ഒക്കെ ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ട ചരിത്രം ഹല്ലേലൂയ. തിര വന്ന് കയറിയിട്ട് ഹല്ലേലൂയ ശവങ്ങൾ തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വരെ ഉന്നതമായ ഉയരമുള്ള പൊക്കമുള്ള വൃക്ഷമാകുന്ന തെങ്ങിന്റെ മണ്ടയിൽ നിന്ന് വരെ ശവം പെറുക്കിയെടുത്ത ചരിത്രം കേരളത്തിൽ കേട്ടിട്ടില്ലേ? ഇന്ത്യയിൽ കേട്ടിട്ടില്ലേ? വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ദേശത്ത് വീണ്ടും സുനാമിയുടെ ഭീഷണിയുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്നു, ഭൂകമ്പവും മഹാവ്യാധികളും അവിടെ 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 ഉണ്ടാവും. പ്രിയമുള്ളവരെ, ഈ തലമുറ കേരളത്തിൽ ഭൂകമ്പം ചിന്തിച്ചിരുന്നില്ല. എന്നാൽ 5-8 വർഷം മുമ്പ് പാലാ മേലുകാവ് മുതൽ ചെറുതായി 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 ഭൂകമ്പം കുലുങ്ങി കുലുങ്ങി ഇന്ന് നമ്മൾ പലയിടത്തും കേട്ടു തുടങ്ങിയില്ലേ? ഇടുക്കിയിലും ഹല്ലേലൂയ മുണ്ടക്കയത്തിനടുത്തുമൊക്കെ ഭൂമിക്കുള്ളില് മുഴക്കം നിമിത്തം ആൾക്കാർ വീട് വിട്ടിട്ട് താമസം മാറിയില്ലേ? അത് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കോപം നിമിത്തം, മനുഷ്യന്റെ വഷളത്വം നിമിത്തം ഭൂമി പ്രതികരിക്കുന്നു. മനുഷ്യൻ പാപം ചെയ്ത് വഷളത്വം നിമിത്തം ഭൂമി ദൈവസന്നിധിയിൽ വിറയ്ക്കുന്നു. ഭൂമി പാപമുള്ള ജാതിയെ ഛർദ്ദിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പാപമുള്ള മനുഷ്യന്, പാപമുള്ള ജാതിയെ ഭൂമി ഛർദ്ദിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെടുക. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവം അനങ്ങാപ്പാറയായിരിക്കുന്ന ഒരു കൈപ്പണിയായ രൂപമല്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആരെങ്കിലും മക്കൾ നിങ്ങളുടെ അപ്പന്മാർക്ക് പേരിട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മമാർക്ക് പേരിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ സാധാരണ മാതാപിതാക്കൾ മക്കൾക്കല്ലേ പേരിടുന്നത്. അതുപോലെ നിങ്ങൾ മതത്തിലേക്കൊന്ന് നോക്കിക്കേ. മനുഷ്യൻ പേരിട്ട ദൈവങ്ങളല്ലേ 33 കോടിയോ അതിലുപരിയോ ഇന്ത്യയിലും ലോകത്തിലും ഉള്ളത്. അത് മനുഷ്യൻ പേരിട്ട ദൈവങ്ങൾ. മനുഷ്യന് ശേഷം മനുഷ്യൻ തന്നെ കളിമണ്ണ് കൊണ്ടോ സ്വർണം കൊണ്ടോ പഞ്ചലോഹം കൊണ്ടോ ഉണ്ടാക്കി വെച്ച രൂപങ്ങളല്ലേ. അവയ്ക്ക് മൂക്കുണ്ടെങ്കിൽ മണക്കുന്നില്ല, അവയ്ക്ക് കൈയുണ്ടെങ്കിൽ തൊടുന്നില്ല, അവയ്ക്ക് കാലുണ്ടെങ്കിൽ നടക്കുന്നില്ല, അവ തൊണ്ട കൊണ്ട് സംസാരിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവമോ അവൻ ജീവനുള്ള ദൈവമാകുന്നു. സ്വർഗത്തിലെ ദൈവമോ നിന്റെ സൃഷ്ടാവാകുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആദി മനുഷ്യനായ ആദാമിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ചത്. അന്നവർക്ക് രോഗത്തെ പേടിക്കണ്ടായിരുന്നു, അന്നവർക്ക് പകർച്ചവ്യാധിയെ പേടിക്കണ്ടായിരുന്നു, അന്ന് കള്ളന്മാരെ പേടിക്കണ്ടായിരുന്നു. നമുക്ക് ഹല്ലേലൂയ നല്ലൊരു ഓണം എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ടല്ലോ. എന്താണ്? ഹല്ലേലൂയ കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം എന്ന പാട്ടും പാടി ഉല്ലസിച്ച് ഊഞ്ഞാലാടി എല്ലാവിധ ഭക്ഷണങ്ങളും കഴിച്ച് കേരള ജനത മലയാളികൾ ആഘോഷിക്കുന്നു. പ്രിയമുള്ളവരെ, പുസ്തകമില്ലാത്ത കാലത്ത് വാമൊഴിയായി ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഋഷിവര്യന്മാരിൽ കൂടി നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ സർവശക്തനായ ദൈവം തന്റെ പുത്രനായ യേശുവിൽ കൂടി
ഭൂമിയിൽ ചെയ്യുവാനിരിക്കുന്ന കാര്യമാണ് മഹാബലിയുടെ ചരിത്രമായി ഇന്ന് കേരളം ആഘോഷിക്കുന്നത്. അത് കേരളം മാത്രം ഭരിച്ച ഒരാളല്ല മഹാബലി, ലോകം മുഴുവൻ ഭരിക്കുവാൻ ഇരിക്കുന്ന കർത്താവായ യേശുവാണ് സാക്ഷാൽ മഹാബലി. അത് അവൻ ഒരു ദിവസമല്ല, ഒരു പുരുഷായുസ് അല്ല, അവൻ 1000 ആണ്ട് ഒരിക്കൽ ഈ ഭൂമിയെ ഭരിക്കും. അതിന്റെ കാലങ്ങൾ ഇതാ അടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള ലക്ഷണമായി വിശുദ്ധ ബൈബിൾ പറയുന്നു, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവർ വിഗ്രഹാരാധികളും ക്ഷുദ്രക്കാർ സൽഗുണ ദ്വേഷികളുമാകുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ശരിയല്ല പ്രിയമുള്ളവര്, രാവിലെ നല്ല ഒന്നാന്തരം കടുങ്കാപ്പി അല്ലെങ്കിൽ പാലുകൂട്ടി ബ്രൂക്കാപ്പി കുടിക്കേണ്ടതിന് പകരം മനുഷ്യൻ അധ്വാനിച്ച പൈസ കൊണ്ട് അവൻ കള്ള് ഷാപ്പി തപ്പിപ്പോകുന്നു. അവൻ സൽഗുണം ഇഷ്ടമല്ല, അവന് സുന്ദരിയായ ഭാര്യയെ സ്നേഹിക്കേണ്ടതിന് പകരം കള്ളു കുടിച്ച് കൂത്താടി വന്നിട്ട് അവളുടെ വസ്ത്രം പറിച്ചുരിഞ്ഞ് അവനും വസ്ത്രമില്ലാതെ ദേശത്ത് അപമാനിതരായി ജീവിക്കുന്നു. അത് പ്രിയമുള്ളവരെ, മദ്യം വിഷമാണ്, മയക്കുമരുന്ന് സർപ്പത്തിന് തുല്യമാണ്. അവ നിന്നെ കടിക്കും. നീ അതിൽ നിന്ന് വിട്ടോടണം, നീ മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങളുടെ ദേശത്തിലോ മദ്യപാനത്തിന് അടിമയായി കഴിയുന്ന, മയക്കുമരുന്നിന് അടിമയായി കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സഹായിക്കാം. അത് പ്രിയമുള്ളവര്, മുക്കൂട്ടുതറയിൽ മാമ്പറ്റ ബിൽഡിങ്ങിൽ നിങ്ങൾ കടന്നു വന്നാൽ ഒരാഴ്ചത്തെ കൗൺസിലിംഗ് കൊടുത്ത്, ഒരാഴ്ചത്തെ സൗജന്യമായ ഭക്ഷണം കൊടുത്ത്, ഒരാഴ്ചത്തെ സൗജന്യമായ താമസ സൗകര്യം കൊടുത്ത്, ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലും അനുവാദത്തിലും ട്രെയിനിങ്ങിലും ഏറ്റവും ശ്രദ്ധരായ ഡോക്ടർമാരുടെ പരിചരണത്തിലും ചികിത്സയിലും ഞങ്ങൾ അവരെ നല്ല ജീവിതത്തിലേക്ക്, സൽ സ്വഭാവത്തിലേക്ക്, വീണ്ടും നല്ല കുടുംബജീവിതത്തിലേക്ക് മടങ്ങി വരുത്തുവാൻ ഒരു സൗജന്യമായ പ്രസ്ഥാനം ഞങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതവിടെ നടന്നു വരുന്നു. നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നാൽ, ആ കെട്ടിടത്തിൽ അന്വേഷിച്ചു വന്നാൽ സൗജന്യമായി നിങ്ങൾക്ക് ആ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രക്ഷയ്ക്ക് മാർഗം ഒന്നേ ഉള്ളൂ. ദൈവപുത്രനായ യേശുക്രിസ്തു വിശ്വസിക്കുക. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ ഒന്നേ ഉള്ളൂ, അവനത്രേ കർത്താവായ യേശുക്രിസ്തു. ഭൂമിയിൽ ഒരു ദൈവങ്ങളും ഭൂമിയിൽ ഒരു രാഷ്ട്ര നേതാക്കന്മാരും മരിച്ചു പോയിട്ട് രണ്ടാമത് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല. അതേസമയം വിശുദ്ധ ബൈബിൾ വളരെ തെളിവായി പഠിപ്പിക്കുകയും ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങൾ തന്നെ സാക്ഷികളായി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ, ശിഷ്യന്മാരുൾപ്പെടെ, പത്രോസ്, പൗലോസ്, തോമാസ് ഉൾപ്പെടെ ഇന്നത്തെ തലമുറ വരെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ, നീതിയോടെ, ഭക്തിയോടെ അന്വേഷിച്ചവരുടെ ഒക്കെയും കണ്ണുകളുടെ മുൻപിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ഭാഗ്യം കിട്ടി. അവന്റെ സാക്ഷികളായി ഞങ്ങൾ കടന്നു വന്ന് നിങ്ങളോട് ദൈവരാജ്യം പ്രസംഗിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഒരിക്കലേ വന്നത് മനുഷ്യന്റെ പാപങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കാനാണ്. കുറച്ച് സമയം കൂടി കർത്താവ് ഇതാ ഓഫറായി നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നു. ഇപ്പോഴാണ് സുപ്രസാദ കാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം. നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് ദൈവത്തിൽ നിന്നുള്ള നന്മ കിട്ടും. നീ മാനസാന്തരപ്പെട്ടാൽ നിനക്ക് നിത്യരക്ഷ കിട്ടും. നീ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുവിൽ വിശ്വസിച്ചാൽ സ്വർഗം ഒരുക്കിയിരിക്കുന്ന ഒരു മനോഹര രാജ്യം നിനക്ക് അവകാശമായി കിട്ടും. പ്രിയമുള്ളവരെ, പാപമില്ലാത്തൊരു രാജ്യം, മരണമില്ലാത്തൊരു രാജ്യം, മദ്യപാനമില്ലാത്ത ഒരു രാജ്യം, രാഷ്ട്രീയക്കാരില്ലാത്ത ഒരു രാജ്യം, മയക്കുമരുന്നുകാര് ഇല്ലാത്ത ഒരു രാജ്യം, സ്ത്രീ പീഡനം ഇല്ലാത്ത ഒരു രാജ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും ഒക്കെ സുരക്ഷിതമായി രാവും പകലും സന്തോഷിച്ച് ജീവിക്കാൻ പറ്റിയ ഒരു മനോഹര ദേശം. അതത്രേ പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യം. അതത്രേ പിതാവായ ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം. നിങ്ങൾക്ക് അതിലെ പ്രവേശിപ്പാൻ ഇതാ സൗജന്യമായ ഒരു അവസരം ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ദൈവത്തിന്റെ നാമത്തിൽ തുറക്കുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ പൈസ പിരിക്കാൻ വന്നവരല്ല. ഞങ്ങൾക്ക് ഒരു സംഭാവനയും
ആരോടും ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് സൗജന്യമായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞങ്ങളും സൗജന്യമായി വിളിച്ചറിയിക്കുന്നു. സ്വർഗരാജ്യം ഘോഷിപ്പീൻ, ഒന്നും ചോദിക്കാതെ സൗജന്യമായി പ്രസംഗിപ്പീൻ എന്ന് ഉള്ളതിനാൽ സൗജന്യമായി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അറിയിക്കുന്ന പ്രിയമുള്ളവര്. യേശു ആരാണ്? യേശു നിന്റെ സൃഷ്ടാവാണ്. അതെ, നമ്മുടെ കേരളത്തിൽ നിങ്ങൾ പെരുന്തച്ഛന്റെ കഥ സിനിമ കണ്ടിട്ടുണ്ടല്ലോ. ഏറ്റവും ഉന്നതനായിരുന്ന ഒരാശാരി, അത്രയും കഴിവുള്ള ഒരാശാരി വേറെയില്ല. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ എത്ര മനോഹരമായ വീടുകളിൽ പാർക്കുന്നു. ഏറ്റവും വലിയ പെരുന്തച്ഛൻ ആരാണ്? കർത്താവായ യേശു. അതുപോലൊരു പെരുന്തച്ഛൻ വേറെ ഇല്ല. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ കാണുന്ന സകല ചരാചരങ്ങളെ, മനോഹര ദേശങ്ങളെ, സ്വിറ്റ്സർലൻഡും സ്വീഡനും മൂന്നാറും തുടങ്ങി വിദേശികളും സ്വദേശികളും ടൂറിസ്റ്റായി കറങ്ങി നടക്കുന്ന ദേശങ്ങൾ മുതൽ എത്രയോ എണ്ണിത്തീരാൻ ഹല്ലേലൂയ പറ്റാത്ത രീതിയിലുള്ള കളറുകളും സൗരഭ്യ വാസനയുമുള്ള പുഷ്പങ്ങൾ തുടങ്ങി ഏതെല്ലാം രീതിയിൽ നമ്മൾ കറിവെക്കാനല്ലാതെ കാശ് കൊടുത്ത് മേടിക്കുന്ന അക്വേറിയത്തിലെ ഹല്ലേലൂയ കടലിനുള്ളിലെ മത്സ്യങ്ങൾ മുതൽ ഹല്ലേലൂയ എന്തെല്ലാം മനോഹര വസ്തുക്കൾ സൃഷ്ടിച്ച ഒരു ദൈവത്തെ നീ വെറും ഒരു പ്രതിമയാക്കി തീർക്കുന്നത് എന്ത്? ആ ദൈവത്തെ കുറിച്ച് നീ മെഴുകുതിയും പൂജകളും നടത്തി ഹല്ലേലൂയ വിളക്കും കത്തിച്ച് നീ ദൈവത്തെ മുഷിപ്പിക്കുന്നത് എന്ത്? സൂര്യനെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ മെഴുകുതിരി വെളിച്ചം ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഭൂമിയിലെ സകല മണ്ണെണ്ണയും പെട്രോളും വെള്ളവും ഉണ്ടാക്കിയ ദൈവത്തിന് ഈ കാണുന്ന മരങ്ങളും റബ്ബറും തെങ്ങും ഹല്ലേലൂയ പനയും സൃഷ്ടിച്ച ദൈവത്തിന് നിന്റെ വെളിച്ചെണ്ണ കുപ്പിയില് 100 മില്ലി എണ്ണയുടെ നേർച്ച ആവശ്യമില്ല. പ്രിയമുള്ളവരെ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ജീവനുള്ള ദൈവത്തിനുള്ളതാണ്. ഭൂതലവും അതിന്റെ നിവാസികളും ദൈവത്തിനുള്ളതാണ്. അതുകൊണ്ട് നീ നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. അതിനുശേഷം മതി നിന്റെ എണ്ണയും നിന്റെ വീഞ്ഞും. അതെ, ദൈവത്തിന് നിന്നെയാണ് വേണ്ടത്. എന്തിനു വേണ്ടി? നിന്റെ കൈയും കാലും മുറിക്കാനല്ല. ദൈവത്തിന്റെ സന്നിധി നീ സന്തോഷത്തോടെ സ്നേഹിക്കുന്ന അപ്പന്റെ മടിയിലിരുന്ന് ലാളിക്കപ്പെടുന്ന കുട്ടിയെ പോലെ സ്വർഗത്തിൽ നീ ജീവിക്കണം. അതേപോലെ ഈ പ്രിയമുള്ളവരെ, അതാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ സ്വന്തം മകനായിട്ടാണ് സൃഷ്ടിച്ചത്. പാപം ചെയ്ത് നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്തേക്ക് ദൈവത്തിന്റെ മക്കളായി നിന്നെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനാണ് ദൈവം സുവിശേഷം എന്ന മാർഗം തുറന്നിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം നിങ്ങൾ വിശ്വസിച്ചാൽ, യേശുവിനെ നാവുകൊണ്ട് രക്ഷിതാവും കർത്താവെന്ന് ഏറ്റുപറയാൻ നീ തയ്യാറായാൽ, അന്യദേവന്മാരുടെ രൂപങ്ങളും അന്യദേവന്മാരുടെ ഭജനകളും നിന്റെ ചിന്തയിൽ നിന്നും ബുദ്ധിയിൽ നിന്നും നിന്റെ പൂജാ മുറികളിൽ